ബോൺജോർ, എല്ലാവർക്കും റാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രഞ്ച് A1 ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ 1 മുതൽ 10 വരെ എങ്ങനെ ഫ്രഞ്ചിൽ പറയുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ഇതിന് ശേഷമുള്ള നമ്പേഴ്സും നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഡേയ്സ് ഓഫ് എ വീക്ക്, അതായത് ഒരു ആഴ്ചയിലെ ദിവസങ്ങളെ നമ്മൾ പറയാറില്ലേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അപ്പം സൺഡേ വരെയുള്ള ഈ ഒരു വീക്കിലെ ഡേയ്സിന് നമ്മൾ എങ്ങനെയാണ് ഫ്രഞ്ചിൽ പറയുന്നത്? നമുക്ക് ആ ഡേയ്സ് നോക്കാം. ഇൻ ദ ഓർഡർ വൈസ് തന്നെ നോക്കാം, സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ളത്. ഓക്കെ, സൺഡേക്ക് നമ്മൾ പറയുന്നതാണ് ദിമോഷ്. ഓക്കെ, ദിമോഷ്. ഇനി മൺഡേക്ക് നമ്മൾ എന്താ പറയുന്നത്? ലൻഡി. ഓക്കെ, ലൻഡി. ട്യൂസ്ഡേക്ക് നമ്മൾ എന്താ പറയുന്നത്? മർദി. ഓക്കെ, മർദി. ഓക്കെ, ഇനി വെനസ്ഡേ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മെർക്രഡി. ഓക്കെ, മെർക്രഡി. ഇനി തേഴ്സ്ഡേക്ക് നമ്മൾ ജെഡി എന്നാണ് പറയുന്നത്. ഓക്കെ, ജെഡി. ഇനി ഫ്രൈഡേ വോന്ത്രെഡി. ഓക്കെ, വോന്ത്രെഡി. സാറ്റർഡേക്ക് നമ്മൾ പറയുന്നത് എന്താണ്? സമേദി. ഓക്കെ, സമേദി. സോ നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ദിമോഷ് എന്താണ്? സൺഡേ. യെസ്. മൺഡേ ലൻഡി. ട്യൂസ്ഡേക്ക് നമ്മൾ എന്താ പറയുന്നത്? മർദി. വെനസ്ഡേ മെർക്രഡി. ജെഡി ഈസ് തേഴ്സ്ഡേ. വോന്ത്രെഡി ഈസ് ഫ്രൈഡേ. ഓക്കെ, സാറ്റർഡേക്ക് എന്താ പറയുന്നത്? സമേദി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വീക്കിലുള്ള ഡേ എങ്ങനെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? സൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ഡേയ്സ് നമ്മൾ എങ്ങനെയാണ് ഫ്രഞ്ചിൽ പറയുന്നത് പഠിച്ചു. ഇനി ഒരു വർഷത്തിലുള്ള ഇയറുകൾ, അതായത് ദ നെയിം ഓഫ് ദ ഇയർ ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജനുവരി മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് എങ്ങനെ പറയേണ്ടതറിയാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രഞ്ചിൽ എങ്ങനെയാണ് അത് പറയുന്നത്? ജോൺവിയർ, ഫെവ്രിയർ, മാർച്ച്, avril, mai, juin, juillet, août, septembre, octobre, novembre, décembre. ഓക്കെ, അപ്പം ക്രിസ്മസ് ഏത് മാസത്തിലാണ് ഉണ്ടാകാറ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതാ പറയുക? ഡിസംബർ. ഓക്കെ, ഡിസംബർ. ഇനി ഓണം എപ്പോഴാണ് നടക്കുന്നത്? സെപ്റ്റംബറിൽ അല്ലേ? അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഡേയ്സ് പഠിച്ചു, അതുപോലെ തന്നെ മന്തും, ഒരു വർഷത്തിലുള്ള നമ്മളെല്ലാ മാസങ്ങളും നമ്മൾ എങ്ങനെയാണ് ഫ്രഞ്ചിൽ പറയുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.